പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 22-ാം തീയതി ശനിയാഴ്ച, പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥ സഹായത്തിൽ ഇന്ന് ഈശോയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഈശോയുടെ കരുണ നമ്മോടൊപ്പം നിറഞ്ഞു നിൽക്കട്ടെ. ഇന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ള പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് ഈ സമയം ഒന്ന് സമർപ്പിക്കാം. എല്ലാ നിയോഗങ്ങളുടെ മേലും ഈശോ കരുണ ചൊരിയട്ടെ. ഈ ദിവസം മുഴുവനും ഈശോയുടെ സ്നേഹം നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20-ാം വചനം ഇന്ന് ധ്യാനിക്കാം. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ മനസ്സ് മടുപ്പിക്കരുത്. കർത്താവിൻ്റെ സ്വഭാവത്തിന് ചേർന്നതല്ല ശപിക്കലും ശാസിക്കലും. അവൻ്റെ സ്വഭാവം സ്നേഹിക്കലും വീണ്ടെടുക്കലുമാണ്. പക്ഷേ അത്രമാത്രം മനസ്സിൻ്റെ മടുപ്പിൽ നിന്നും ശാസനയുടെ വാക്കുകൾ പുറപ്പെടുന്നു. ബെത്സൈദ, കൊറാസീൻ തുടങ്ങിയ നഗരങ്ങളോട് കർത്താവ് ശാസനയുടെ വാക്കുകൾ സംസാരിക്കാനായിട്ട് ഇടവന്നു. കാരണം അത്രമാത്രം സ്നേഹം, സംരക്ഷണം, അത്ഭുതങ്ങൾ ആ നഗരത്തിന് വേണ്ടി ഈശോ ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഈശോ നമുക്ക് വേണ്ടി എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ചൊരിയുന്നത്. ഓരോ ദിവസവും നമ്മുടെ ശ്വാസം എടുക്കുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത് എല്ലാം കർത്താവ് തരുന്ന വലിയ ദാനമല്ലേ. എന്നിട്ടും ദൈവികമായ സന്ദേശങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് അവയെ പുച്ഛിച്ചു തള്ളാൻ തുടങ്ങുന്നുണ്ട് പലപ്പോഴും. നമുക്കും ഒരുപക്ഷെ ഈ ശാസനം ഏൽക്കേണ്ടി വരുമോ? അത്തിവൃക്ഷം സമൂലം ഉണങ്ങിപ്പോയത് നമുക്ക് ഓർക്കാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മനസ്സ് മടുപ്പിക്കാതെ പശ്ചാത്തപിക്കുന്ന ഹൃദയത്തോടെ കുമ്പസാര കൂദാശക്കണഞ്ഞ് ഈശോയെ സന്തോഷിപ്പിച്ച് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവേ, ദാവീദ് രാജാവിനെ പോലെ ഇന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സന്നിധിയിൽ. ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ച് ഞങ്ങളെ ശിക്ഷിക്കരുതേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.